ഉപ്പുകാറ്റിൻ്റെ രുചി. വേർപിരിയാൻ തീരുമാനിച്ചതിന് തലേദിവസം പാർവതി കുറച്ചുനേരം കടൽക്കരയിൽ പോയി ഇരിക്കാമെന്ന് എന്നോട് പറഞ്ഞു. വളരെ കുറച്ച് ആളുകൾ മാത്രം നടന്നു പോകാറുള്ള നിരത്തിലൂടെ ഞാൻ വണ്ടി ഓടിച്ചു. പാർവതി ഒന്നും മിണ്ടാതെ വെറുതെ ഇരിക്കുകയാണ്. 6 വർഷത്തോളമായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. 1 വർഷത്തോളം ഞങ്ങളൊന്നും സംസാരിക്കുമായിരുന്നില്ല. കണ്ണിൽ പരസ്പരം നോക്കി വെറുതെ സമയം കളയും. ഒന്നും വാക്കായി പുറത്തേക്ക് വരില്ല. 2ാമത്തെ വർഷം തൊണ്ടയിലെ വരൾച്ചയെയും നെഞ്ചിലെ പ്രകമ്പനത്തെയും അതിജീവിച്ച് ഒരു മഞ്ഞുകാലത്തിലേക്ക് വല്ലപ്പോഴും പറന്നു പോകാറുള്ള പ്രാവുകളെപ്പോലെ 1 or 2 വാക്കുകൾ മാത്രം ഞങ്ങൾ ഉരിയാടി. 3ാമത്തെ വർഷം ആദ്യമായി, അതെ, ഒരേ ഒരു തവണ ഞാൻ അവളെ ഉമ്മ വച്ചു. ഞങ്ങൾക്ക് ഇപ്പോൾ കടൽ കാണാം, തിരകൾ പൊളിയുന്ന ശബ്ദം കേൾക്കാം. ആദ്യത്തെ ചുംബനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കടലിനെയാണ് ഓർമ്മ വരിക. എൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ അമർന്നു പിൻവാങ്ങിയതും പാർവതിയുടെ കണ്ണിൽ നിന്ന് പ്രകാശത്തിൻ്റെ ഒരു തിര കുതിച്ചു വന്ന് എന്നെ വലിച്ച് അഗാധതയിലേക്ക് എവിടെയോ കൊണ്ടുപോയി. ആ വർഷം ലോകത്ത് 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനും പാർവതിയും. പക്ഷേ 5ാമത്തെ കൊല്ലമാണ് ഞങ്ങൾ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത്. ഇത് 6ാം വാർഷികമാണ്. അപ്പോഴേക്കും എനിക്കവളെ മടുത്തു തുടങ്ങിയിരുന്നു. പ്രണയത്തിൻ്റെ പാവിൽ ഒരു ശരീരത്തിന് അത്രയൊക്കെ കേടാവാതെ നിൽക്കാൻ പറ്റൂ. പുതിയതായി ഒന്നും പറയാനില്ലാത്ത അവസ്ഥ, സദാ ആവർത്തിക്കുന്ന സാമീപ്യത്തിൻ്റെ അരുചി. ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് ഉരുണ്ടുപോകാൻ ദാമ്പത്യമെന്ന ഒരു റെയിൽപാത മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. തികച്ചും സമാന്തരം, ഒരിക്കലും കൂട്ടിമുട്ടാത്തപ്പോഴും കാഴ്ചക്കാരിൽ സ്വരച്ചേർച്ച പണിതു വെച്ചുകൊണ്ടുള്ള ഒരു പതിഞ്ഞ സഞ്ചാരം. കുട്ടികൾ, വീട്, കുട്ടികളുടെ കുട്ടികൾ, വാർദ്ധക്യം, കാൽവെള്ളയിലെ നീര്, കുഴമ്പ്, പാതിരാത്രിയിൽ ഒരു കനത്ത ചുമയോടൊപ്പം യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് വീഴുന്ന പഴകിയ മൂത്രത്തിൻ്റെ കനത്ത ഒച്ച. പാർവതി, ബൈക്ക് പൂഴിയിൽ നിർത്തുമ്പോൾ ഞാൻ ആലോചിച്ചു. ലാട്രിനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഉറക്കത്തിലേക്ക് ചെരിച്ചു വെച്ച നിന്റെ മുഖം ഞാൻ കാണും. ചെമ്പിച്ച രോമങ്ങളുള്ള മൂക്കിൽ നിന്നും ഒരു ശബ്ദം പുറത്തു വരും. നിന്റെ ഇടത്തെ ചെവിയുടെ നേർമുകളിൽ നരച്ച മുടികളിലായിരിക്കും വാർദ്ധക്യത്തിൻ്റെ കെട്ടഗന്ധം ഏറ്റവും കൂടുതലായി എനിക്ക് അനുഭവിക്കേണ്ടി വരിക. മനസ്സിൻ്റെ ദുർബലമായ വിലക്കുകളെ മറികടന്നുകൊണ്ട് നീ പോലും അറിയാതെ നിന്റെ ശരീരം ഒരു ഊർധ്വവായു കൂടി സംപ്രേഷണം ചെയ്യുമെന്ന് വിചാരിക്കുക. ഞാനും നീയുമായുള്ള പ്രണയദിനങ്ങളെ ആ ശബ്ദം വല്ലാതെ നാണം കെടുത്തി കളയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 6ാം വർഷത്തിൻ്റെ തുടക്കത്തിൽ വീണ്ടും ഒരു ചുംബനത്തോടെ നമുക്ക് പിരിയാമെന്ന്. ഇതൊരു ചുംബനമാണെന്ന് കരുതിയേക്കരുത് കേട്ടോ. 3ാം കൊല്ലം നിനക്ക് തന്ന പ്രഥമ ചുംബനത്തെ വിഷം വലിച്ചെടുക്കുന്നത് പോലെ മേലോട്ട് ഊമ്പിയെടുത്ത് തുപ്പിക്കളയുന്ന ഒരു ചികിത്സാ രീതിയാണിത്. അതോടെ പ്രണയത്തിൻ്റെ ദംശനത്തിൽ നിന്ന് നമ്മൾ എന്നേക്കുമായി മോചിതരാകുന്നു. പിന്നെയും കുറച്ചുകാലം ആ മുറിവായ അവിടെ ഉണ്ടാവും. അത് കാര്യമാക്കേണ്ട. ഈ തീരത്ത് നിന്ന് കാറ്റിൽ മണൽത്തരികൾ പറന്നു പോകുന്നത് പോലെ ആ അടയാളവും മാഞ്ഞുതീരും. പാർവതി കടലിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ ഭംഗിയുള്ള കാൽമടമ്പുകൾ പൂഴിയിൽ അല്പം താണുകിടന്നു. കടൽപക്ഷികൾ തിരകൾക്കുമേൽ താഴ്ന്നും ഉയർന്നും പറന്നു കളിക്കുന്നു. സൂര്യൻ അവളുടെ കണ്ണിലേക്ക് ഒരു സിന്ദൂരം പോലെ താണു പോവുകയാണ്. ദൂരെ തോണികൾ അടക്കിവെച്ച മണൽത്തിട്ടകൾക്കപ്പുറത്ത് അവ്യക്തമായി പുക ഉയരുന്നത് ഞാൻ കണ്ടു. അവിടെ എന്താണ്? ഞാൻ ചോദിച്ചു. ശ്മശാനമാണ്, പാർവതി പറഞ്ഞു. കുറേ ആളുകൾ ചേർന്ന് ഒരു ശരീരം കത്തിക്കുകയാണ്. പാർവതി എഴുന്നേറ്റ് ബൈക്കിനു നേരെ നടന്നു.